എന്താ ODC ഇവിടെ? ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. വളരെയധികം ആലോചിച്ച ശേഷം ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഒരു രണ്ടാം ഘട്ടമായതുകൊണ്ട് എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം നടക്കൂല. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. തിങ്കളാഴ്ച 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണം. മറക്കില്ലല്ലോ? കുമാരി പോട്ടെ. അമ്മുക്കുട്ടി വരുന്ന വഴിയാ? അല്ല, പോണ വഴിയാ വീട്ടിലേക്ക്. ഞാനും അതെന്നെ ഉദ്ദേശിച്ചേ. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശ. സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ച പിടിച്ച ഗ്രാമങ്ങളാ. ഇനി തിരിച്ചെന്നാ പോന്നേ? ആര്? അമ്മാവൻ. അയ്യോ, നല്ല കോള് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റി ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റിയൊക്കെ മടുത്തു, സഹിച്ചൂടാ. അതെന്താ? കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ, അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അയ്യേ, ഞാൻ സ്കൂളിലൊന്നും അല്ല, കോളേജിലാ പഠിക്കുന്നത്. അതെ, സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം. ആട്ടെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്തിനാ അമ്മുക്കുട്ടി ചിരിക്കണേ? ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും. അതൊക്കെ നാളെ പറയാം. പ്രഷറൊക്കെ ഉള്ളതല്ലേ, എന്തിനാ വെറുതെ വെയിലും കൊണ്ട് നടക്കണേ? വന്ന് കയറി കേറ്. പ്രഷർ ഉണ്ട്, എന്നാലും നടക്കുന്നത് ഒരു പ്ലഷർ അല്ലേ അല്ലേ അമ്മൂട്ടി? അമ്മ വന്ന് കയറി. വേണ്ട, ഞങ്ങൾ നടന്നോളാം. അമ്മാവന് നടക്കാനാ ഇഷ്ടം? അതെ. എന്നാ നടന്നോളൂ. അമ്മുക്കുട്ടി വന്ന് കയറു. വേണ്ട, ഞാൻ തന്നെ വന്നേക്കാം. അമ്മൂട്ടി പോയിക്കോളൂ. അമ്മൂട്ടി വരൂ. അമ്മൂട്ടി വന്ന് കയറൂ. ഞാൻ പോട്ടെ. ഓക്കെ. അമ്മൂട്ടി, ഇനി ഞാൻ വന്ന് കയറാഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട. എന്റെ ഈവനിങ് ബാക്കി ഞാൻ 9 മണിക്ക് ശേഷം ആയിക്കോളാം. നിനക്ക് വിരോധമില്ലല്ലോ, വിട്ടോളൂ. വാ. എടാ പെരട്ട വേലായുധാ, ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു എന്നറിഞ്ഞ അന്ന് നിന്റെ കുഞ്ഞിക്കഴുത്തി ഞാൻ നീരുവരുത്തും. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. 4-5 പെങ്ങന്മാര് നിനക്ക് ഉണ്ടായിരുന്നല്ലടാ. പറഞ്ഞിട്ട് വരല്ല, ഇതാണ് പെങ്ങള്. അങ്ങനെ ആയിപ്പോയി. പ്രിയപ്പെട്ട മുത്തശ്ശനും അമ്മയ്ക്കും ഉഷയ്ക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. കത്തെഴുതാൻ വൈകിപ്പോയി എന്നൊരു പരിഭവം അമ്മയ്ക്കും മുത്തശ്ശനും ഉണ്ടാവും ഇല്ലേ? എനിക്ക് എത്രയും വേഗം ജോലി ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വലിയ പെരുമ്പിലാവിൽ ഉണ്ണിക്കണ്ണൻ നായരെ എന്റെ അന്വേഷണം അറിയിക്കുവാൻ അമ്മുവിനോട് പ്രത്യേകം പറയണം. അവളെ തട്ടിക്കൊണ്ടുപോരാൻ ഈ പപ്പൻ വരുന്നുണ്ട്. പപ്പേട്ടന്റെ വീമ്പ് പറച്ചിൽ ഇനിയും തീർന്നിട്ടില്ലല്ലേ? അച്ഛനോടുള്ള വാശി ഇനിയെങ്കിലും കളയണം കേട്ടോ. പപ്പേട്ടന്റെ ജോലി വേഗം ശരിയാകും. കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മുന്റെ പപ്പേട്ടൻ എന്നാ വരിക? അമ്മു കാത്തിരിക്കും. അച്ഛന്റെ മനസ്സ് മാറാനും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ജോലി ശരിയായാൽ പിന്നെ അച്ഛൻ എതിരൊന്നും പറയില്ല. SIമാന്റെ കൂടെ കൂടി വഷളായി പോവല്ലേ സ്വന്തം അമ്മക്കുട്ടി. എന്താ ലേറ്റ് ആയത്? അത് ബസ്, ട്രെയിൻ, ക്ഷേത്രത്തിലൊക്കെ പോയി. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി. വരൂ വരുന്നേ. എത്തിയിട്ടുണ്ട്. എത്തിയോ? നമസ്കാരം സാർ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. സാക്ഷി, ഇത് സാക്ഷി കടത്തിൽ ഒപ്പിട്ടിച്ചത്? വരം നേരത്തെ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. ചതിച്ചു കുമാരി. ഇല്ല, ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മുറപ്പെണ്ണിന്റെ പേരും പറഞ്ഞ് പാവം സ്വന്തം മോന് ബ്രഹ്മ വയ്ക്കാൻ നോക്കിയല്ലേ സാറേ? പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. മിണ്ടണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മാവ. അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞാനാണ് മാപ്പ് പറയേണ്ടത്. നന്നായി വരും മക്കളെ. താങ്ക് യു.
വണ്ടി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്കി ഡോക്ടറെ. വഴിയിലിട്ടാണോ പണിയുന്നത്? വണ്ടിന് കാൽക്കടാ. ചൂടാവുന്നു. എന്താടാ ഇയാള് വടി മുഴുവൻ വിലക്കെടുത്തിരിക്കാണോ? ഇയാളുടെ മൂട്ട ഇറങ്ങുന്ന ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടെ പോണ്ടേ? റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുപ്പിന് സ്ത്രീധനം കിട്ടിയ വകയാ. എന്തോ, എന്തോ, എന്തോ? ഓടെ കുഴിയാനെ. എന്റെ തന്തയ്ക്ക് പറഞ്ഞുണ്ടല്ലോ. തന്തക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. ആഹാ. നിന്നെ കുറച്ച് നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. പേപ്പട്ടി കുത്തിക്കണ മരുന്ന് കുത്തി നിന്നെ കൊല്ലി ഞാൻ. പിന്നെ, നിന്നെ ഒരു പിന്നെ, ഉണക്ക താൻ എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് പോടാ നീ. എന്റെ സൈക്കിൾ. ചെല്ലു, ചെല്ലു. ഓ, ഇതിന് പ്രതികാരം ഇതെന്താ? ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പോടാ. സൊസൈറ്റി ബാലനല്ല, നിനക്ക് പട്ടി. കൊല്ലിയെ എന്നെ പറ്റി അറിയില്ല നിനക്ക്. അതാ മരപ്പട്ടി. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. പോട പട്ടിയെ മൂനി. ആ, അമ്മു, ഡോക്ടർ എന്താ ഇവിടെ? ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി പേയുണ്ടോന്നൊരു സംശയമുണ്ട്. അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഡോക്ടറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്ക് ചെറിയൊരു തകരാറ്. പിന്നെ അമ്മു, ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? ഡോക്ടർ അല്ലേ, പിന്നെന്താ വിളിച്ചാല്? പതി പശു തെറ്റിതട്ടെനിക്ക്. പശുപതി എന്ന് വിളിച്ചോളൂ. എന്നാലും ഡോക്ടർ ഒന്ന് വേണ്ട. അയ്യോ, പ്രായമായ ആൾക്കാർ പേരെടുത്ത് വിളിക്കാനോ? അമ്മയും മുത്തശ്ശിയൊന്നും കേൾക്കണ്ട. എന്റെ മനസ്സ് എന്തിനാ എങ്ങനെ വിഷമിപ്പിക്കണേ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കുകയല്ലല്ലോ വിളിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ എട്ടാന്ന് വിളിച്ചോളൂ. വിളിക്കൂ. ആ, വിളിക്കാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മൂട്ടിയെ കൊണ്ടുപോകാം. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു? നല്ല അമ്മാവനാ, ഒത്തിരി തമാശ പറയും. എനിക്കിഷ്ടായി. ഈ ജോക്കറിന്റെ ഒക്കെ പോലെ ഒരു ഡ്രസ്സുകൾ ഇട്ട് നടക്കും. എനിക്ക് ഇഷ്ടമല്ല അത്. സിംഗപ്പൂരിലെ ഫാഷൻ അത്രേ. കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന്. എന്നീന്ന് കടം മേടിച്ചു കൊണ്ടുപോണ തമാശകളാണ് കുട്ടിയോട് പറയണത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. ഓ, പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട. ധാരാളം സ്വത്തുണ്ട്, തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല ഏട്ടാ. കല്ലെടുത്തെറിയുന്നു. ആര്? പ്രായമായ പെമ്പിളരെ വഴിയടക്കാൻ സമ്മതിക്കില്ല. എന്റെ സൈക്കിൾ പശുവിനെ ചിച്ചിച്ച്, ചികിത്സിക്കാൻ വന്ന പശുവിനെ ചിച്ചിച്ച് ചികിത്സിച്ചാ? മതി. താനെന്തിനാ അവന്റെ സൈക്കിൾ എടുത്തെറിഞ്ഞേ? എറിഞ്ഞതല്ല, അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചതാ. എറിയോ അല്ലയോ? നീ ആരാടാ ചോദിക്കാൻ? എന്താ എന്താ ഇവിടെ വെച്ചുമ്പോളേ? പിന്നെ ഇയാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഡോക്ടറാണെന്ന് വെച്ച് ഓക്കണം കൊട്ട് ആൺകുട്ടികളോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റും. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ. എന്ത് ചെയ്യണോ? വണ്ടി കയറ്റി കൊല്ലു ഞാൻ. കേറ്റടാ, കേറ്റ്. കളരി അഭ്യാസം പഠിച്ച തറവാട്ടുകാരാ, സൂക്ഷിച്ച് കളിക്കണം. അല്ലെ തല അരിഞ്ഞിടും. എങ്കിൽ കളരി മുറ തന്നെ കാണാം. സെൻട്രൽ ഗവൺമെന്റിന്റെ തീവണ്ടി തടഞ്ഞ ആൺകുട്ടിയാണോ ഇത്? ഇത് ഞങ്ങൾക്ക് പുല്ലാണ്. അതെ. കേറ്റ്. കേറ്റ്. കേട്ടു ഞാൻ. ആ. അമ്മ കേട്ടടാ, കേട്ട്. 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 ധൈര്യമുണ്ട്, പോടാ അവിടെ. കേട്ട്. ധൈര്യമുണ്ടോ നോക്കട്ടെ. കേറ്റ്. നിങ്ങൾ ready? കേറ്റടാ. കേറ്റില്ലേ നീ? പുറകോട്ട് എന്താ പോകും. വണ്ടി പുറകോട്ട് എടുക്കുന്നത്? പ്രതിപക്ഷം സിന്ദാബാദ്. ഉത്പലാക്ഷൻ സിന്ദാബാദ്. ഉത്പലാക്ഷൻ സിന്ദാബാദ്. ഉത്പലാക്ഷൻ സിന്ദാബാദ്. ഉത്പലാക്ഷൻ. പശുപതിയല്ല, എനിക്ക് ഏത് എരുമപ്പൊലി വന്നാലും ശരി ഞാൻ ഓട്ടിക്കും. ആ, അതാ നമ്മുടെ നേതാവിന്റെ കാര്യം. മേരിത്തണ്ട പശുപതി ഇന്ന പിന്നെ കണ്ടോളാം. ആ